സൈജുവേട്ടൻ്റെ അടുത്ത് ഞാൻ പറയുമ്പോൾ ഓൾറെഡി നമ്മൾ ഈ ആക്ടിങ് പരിപാടി നമുക്ക് താല്പര്യം ഉള്ളതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മൾ നെറേറ്റ് ചെയ്യുമ്പോഴും സീൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ഇനാക്ട് ചെയ്തിട്ട് അത് വരാറുണ്ട്. അത് സൈജുവേട്ടൻ ഒബ്സർവ് ചെയ്യാറുള്ളത്. അപ്പോൾ നീ എങ്ങനെ വെച്ച് നോക്കാമെന്നുള്ളത് പുള്ളിക്കാരനും പറയാറുള്ളത്. സൈജുവേട്ടൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോളന്നില്ല സീൻ. ഇപ്പം ഞാൻ സായി ചേട്ടനായിട്ടുള്ള ഫസ്റ്റ് സീൻ ചെയ്യുമ്പോൾ അത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴുള്ള സീനാണ് ഫസ്റ്റ് എടുത്തത്. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ഇത് കിടന്ന് കാണിച്ചോണ്ടിരിക്കുക. കാണിച്ചു കഴിഞ്ഞ് പുറത്ത് മാറുന്നത് ഞാൻ ആരോടാണ് കിടന്ന് അഭിനയം കാണിച്ചു കൊടുക്കണമെന്നുള്ളത് തോന്നി. പിന്നെ ഞാൻ സൈജേട്ടൻ്റെ അഭിനയം പറഞ്ഞു ഞാൻ പിന്നെ അത് കൺട്രോൾ ചെയ്യും. കാരണം ആരാണ് സായിച്ചേട്ടൻ ചെയ്യാത്ത പരിപാടിയുള്ള കാര്യങ്ങളാണ്. ആ പുള്ളിയുടെ അടുത്ത് നിന്നിട്ട് ഞാൻ അഭിനയം കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയല്ലെന്ന് തോന്നി. അത് ആ ഒരു സീനിയോറിറ്റി എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ. അപ്പോൾ പിന്നെ അഭിനയം കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഇവർക്ക് എല്ലാവർക്കും തുടക്കത്തിൽ മാത്രമേ നമുക്ക് ഇതാണ് നിങ്ങളുടെ ഒരു പെർഫോമൻസിൻ്റെ ഒരു മീറ്റർ വരുന്നത് ഇങ്ങനെയാണെന്നുള്ളതും ക്യാരക്ടർ പഠിക്കണം എങ്ങനെയാണെന്നും എല്ലാവരുമായിട്ട് ഇപ്പോൾ കല ചേച്ചിയാണെങ്കിലും ശ്രീജ ചേച്ചിയാണെങ്കിലും ദിവ്യേച്ചി ശ്രുതി സ്വാതി എല്ലാവരും നമുക്ക് ഇവന്മാർ മാത്രമേ പുതിയതുണ്ടായിരുന്നുള്ളൂ. ഇവരുടെ അടുത്ത് മാത്രമേ നമുക്ക് കുറച്ച് അങ്ങനെ അവിടെ ഇങ്ങനെ അവിടെ മാറ്റി പറയും കുറച്ച് പറയുന്ന പറഞ്ഞിട്ട് റിഹേഴ്സൽ പരിപാടി ഉണ്ടായിരുന്നത്. ബാക്കി ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഈ തുടക്കത്തിൽ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യം മാത്രമേ തോന്നുന്നു. ബാക്കിയെല്ലാം അവർ തന്നെ പിക്കപ്പ് ചെയ്യുക ചെയ്തത്.